ഇംഗ്ലീഷ് ടി.വി. ചാനലുകളിൽ കണ്ടു പരിചയിച്ച ചില ക്രിസ്മസ് മൂവീസ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കുറച്ച് ക്രിസ്മസ് കഥകൾ, ഇതൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രമുള്ള സ്റ്റൈൽ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ എന്നെ ജപ്പാനിലെ ക്രിസ്മസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നവംബർ മാസത്തിൽ തന്നെ ഇവിടെ ക്രിസ്മസ് സീസൺ ആരംഭിക്കുകയായി. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം ക്രിസ്മസ് ഇല്ലുമിനേഷൻസ്. ജർമ്മൻ രീതിയിലുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം സജീവം. റോസ്റ്റ് ചിക്കൻ, ഗ്ലൂ വൈൻ, സോസേജസ്, സൂപ്പ്, ഹോട്ട് ചോക്ലേറ്റ് തുടങ്ങി തണുത്ത സായാഹ്നങ്ങളെ ഒന്ന് ചൂടുപിടിപ്പിക്കുവാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ക്ലാസുകൾ കഴിഞ്ഞ് ചില സന്ധ്യകളിൽ ഞാനും ഇറങ്ങി ഇല്ലുമിനേഷനും ക്രിസ്മസ് മാർക്കറ്റും ഒക്കെ കാണാൻ. എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. കൂട്ടുകാർക്കൊപ്പം, കുടുംബത്തോടൊപ്പം ഒത്തുകൂടലിന്റെ കാലമാണ് ക്രിസ്മസ് സീസൺ. ഡിസംബർ 24 ഇവിടെ ഒരു മിനി വാലന്റൈൻസ് ഡേ ആണെന്ന് തന്നെ പറയാം. സെലിബ്രേഷൻ ഓഫ് ലവ്. ഡിസംബർ 25 ജപ്പാനിൽ ഒഫീഷ്യൽ ഹോളിഡേ അല്ല, പക്ഷേ തൊട്ടടുത്ത് തന്നെ പുതുവർഷത്തെ വരവേൽക്കാൻ ഇയർ എൻഡ് ഹോളിഡേയ്സ് വരവായി. അങ്ങനെ ഒരു തണുത്ത ക്രിസ്മസ് കാലം കൂടി എന്നെ കടന്നു പോവുകയാണ്. പുതുപ്രതീക്ഷകളോടെ 2025 ചുവടുവയ്ക്കുവാനായി.